മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ മിസ്റ്റർ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 29-ാമത്തെ വാക്യം. St. Matthew's Gospel chapter 14 verse 29. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ ഈശോയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. മാർത്തോമാ സഭയിലെ വലുത് സാമ്രാട്ടായി അറിയപ്പെടുന്ന സ്വർണനാവുകാരൻ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്ത പറഞ്ഞ ഒരു കഥ ഒരിക്കൽ കോഴിക്കോട്ട് നിന്നും അതിരാവിലെ മത്തായിച്ചൻ മാർ ക്രിസോസ്റ്റോമിനെ കാണാനെത്തി. അല്പം ഗൗരവമുള്ള സംഗതി ആയതുകൊണ്ട് അദ്ദേഹം നേരിട്ട് വന്നു. IAS കാരനായ മകന് യോജിച്ച പെണ്ണ് വേണം. തിരുമേനിയോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. തിരുമേനി ചോദിച്ചു, മത്തായിച്ചന്റെ മകന് വേണ്ട പെണ്ണിന്റെ യോഗ്യതകൾ എന്തൊക്കെയാണ്? എനിക്കത്ര നിർബന്ധമില്ലെങ്കിലും മകനെ പെണ്ണ് അതിസുന്ദരിയായിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കൊള്ളാം, ഇതല്ലേ ഉള്ളൂ. തീർന്നില്ല തിരുമേനി, പെണ്ണിന് നല്ല സ്വഭാവം വേണം. നിശ്ചയമായത് ആഗ്രഹിക്കുന്നതാണല്ലോ. വേറെ എന്തെങ്കിലും? മകൻ IAS കാരൻ അല്ലേ? അതിന് സമം പെണ്ണിന് പഠിപ്പുണ്ടെങ്കിലേ കാര്യമുള്ളൂ. മത്തായിച്ച, ഞാൻ ഈ വിവരം വെച്ച് ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ. ബിഷപ്പ് പറഞ്ഞു തീരും മുമ്പേ മത്തായിച്ചൻ തുടർന്നു, പിന്നെ തിരുമേനി മർമ്മപ്രധാനമായ ഒരു കാര്യം പറയാൻ മറന്നു. അവന്റെ ഇപ്പോഴത്തെ നിലയനുസരിച്ച് 50 ലക്ഷം രൂപയും ഒരു ഫോറിൻ കാറും അത്ര വലിയ തുകയൊന്നും അല്ലല്ലോ. ഒരു പോക്കറ്റ് മണിയായിട്ട് മറ്റെന്തെങ്കിലും ഡിമാൻഡുണ്ടോ? ഞങ്ങളുടെ കുടുംബ മഹിമ തിരുമേനിക്കറിയാമല്ലോ. ഇതുപോലെ നല്ലൊരു കുടുംബം കിട്ടണം. മത്തായിച്ചൻ പിന്നെയും അടുത്ത ഡിമാൻഡ് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ തിരുമേനി വിഷണ്ണഭാവത്തിൽ പറഞ്ഞു, മത്തായിച്ച, ഇങ്ങനെ ഒരു പെണ്ണ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ താടിയും മുടിയും നീട്ടി വളർത്തി കാവിക്കുപ്പായി ഇട്ട് പൂർണ്ണ ബ്രഹ്മചാരിയായി നടക്കുമായിരുന്നു. ആ മറുപടി കേട്ട് തിരുമേനിയെ കാണാൻ വന്ന മത്തായിച്ചൻ കാപ്പി പോലും കുടിക്കാതെ സ്ഥലം കാലിയാക്കി. അതെ, കണ്ണുനീരിന്റെയും പൊട്ടിച്ചിരിയുടെയും മധ്യകൂടെ നീങ്ങുന്ന പെൻഡുലമാണ് സ്നേഹം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും.